മോരുടെ മോടെ സ്തുതി പറഞ്ഞവരാക്കിയ നമ്മളൊക്കെ എണ്ണിക്കൊണ്ടാണോ സ്തുതി പറഞ്ഞുകൊണ്ടിരുന്നേ? പിന്നെ മിടുക്കന്മാരെ പിടിക്കലാണല്ലോ. ഇത് ശീലമാക്കിക്കോണം കേട്ടോ. പള്ളിയിൽ എപ്പോ വന്നാൽ 5 മിനിറ്റ് നിങ്ങൾ വന്നിരുന്നത് നിങ്ങളുടെ കാര്യവും നിങ്ങളുടെ മക്കളുടെയും അമ്മയുടെയും കാര്യവും 4 ദിവസം ഉള്ളവർക്കാണ് സമ്മാനം തരുന്നത് അല്ലേ? എല്ലാവർക്കും ഷോപ്പിൽ തരുന്നതായിരിക്കും. FMCT ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഏഞ്ചൽ റോസ് കുളത്ത്. ഞാനിപ്പോൾ ഉള്ളത് ഫാത്തിമ മാത ചർച്ചിലാണ്, തെക്കുംകുറ്റിയിലാണ്. ഇവിടെ ഇപ്പോൾ വിശ്വാസോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എന്നോടൊപ്പം എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചറിയാം. ഈശോയ്ക്ക് സ്തുതി. എൻ്റെ പേര് ജെഫിൻ. ഞാൻ ഇവിടെ തെക്കുംകുറ്റി ഇടവകയിലെ സൺഡേ സ്കൂളിൽ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവിടുത്തെ രൂപത തലത്തിൽ നടക്കപ്പെടുന്ന എല്ലാ ഇടവകയിലുള്ള വിശ്വാസോത്സവത്തിൽ ഞാനും പങ്കാളിയായിരുന്നു. ഇതിലൂടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളും അതിലൂടെ നമുക്ക് കിട്ടുന്ന സ്നേഹവും. ഇതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ബഹുമാനപ്പെട്ട ഇടവക വികാരിയായ ജെയ്സൺ നമുക്ക് വേണ്ടി ഇത്രയും നല്ലൊരു പരിപാടി കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഭക്ഷണവും അറേഞ്ച് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഇത്രയും നല്ലൊരു വിശ്വാസോത്സവം കിട്ടിയത്. താങ്ക് യു. ആൻമിരിയ ജോബി. ഞാൻ പഠിക്കുന്നത് 10ലാണ്. നമ്മുടെ വിശ്വാസോത്സവം ഒരു ഉത്സവമായി മാറിയിട്ടുണ്ടായിരുന്നു. പരീക്ഷയുടെ ആ ഒരു ടെൻഷനിൽ നിന്നൊക്കെ മാറി ഒരു ഫ്രീ ആയിട്ട് ഒരു നല്ലൊരു കൂട്ടുകാരോടൊക്കെ ഒത്ത് കളിച്ചും സന്തോഷിച്ചും കുറേ കളികളും കുറേ വർക്കുകളൊക്കെ ചെയ്ത് അതിമനോഹരമായി പോകുന്നു. ഞാൻ 9ലാണ് പഠിക്കുന്നത്. ഈ 4 ദിവസത്തെ വിശ്വാസോത്സവം വളരെ മനോഹരമായിരുന്നു. ടീച്ചേഴ്സിൻ്റെയും കൂട്ടുകാരുടെയും കൂടെ നിന്ന് ഒരുപാട് നല്ല നല്ല സന്തോഷകരമായ രസകരമായ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഈ ഒരു 4 ദിവസത്തെ വിശ്വാസത്തിലൂടെ ഞങ്ങൾക്ക് കിട്ടി. ഞാൻ പിറന്ന വീട്, സ്നേഹമുണ്ട് വീട്ടിൽ, സ്വർഗമാണ് വീട്. എന്തു നല്ല വീട്, ഞാൻ പിറന്ന വീട്, സമാധാനമുള്ള വീട്ടിൽ, സ്വർഗമാണ് വീട്. എന്തു നല്ല വീട്, ഞാൻ പിറന്ന വീട്, സന്തോഷമുള്ള വീട്ടിൽ, സ്വർഗമാണ് വീട്. എന്തു നല്ല വീട്, ഞാൻ പിറന്ന വീട്, കരുണയുള്ള വീട്ടിൽ, സ്വർഗമാണ് വീട്.
എന്തു നല്ല വീട് ഞാൻ പിറന്ന വീട് എളിമയിൽ ക്ഷമയുള്ള വീട്ടിൽ സ്വർഗമാണ് വീട്. സഹോദരനെ, നിങ്ങൾക്ക് വിശുദ്ധരെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടോ? ഞങ്ങൾ ഇന്ന് ഇവിടെ കുറച്ച് വിശുദ്ധരുടെ പേരുകളാണ് അവതരിപ്പിക്കുന്നത്. വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ്, വിശുദ്ധ തോമസ് ലീഹ, വിശുദ്ധ ക്രിസ്റ്റഫർ, വിശുദ്ധ യോഹന്നാൻ, വിശുദ്ധ ചാവറ, വിശുദ്ധ മരിയ ഗൊരേത്തി, വിശുദ്ധ അൽഫോൻസ, വിശുദ്ധ യൂസ്പേസിയാമ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ അമ്മ ത്രേസ്യ, വിശുദ്ധ മറിയം ത്രേസ്യ, വിശുദ്ധ റാഫേൽ, വിശുദ്ധ ജോൺ നെപ്പോമൂസൻ, വിശുദ്ധ മിഖായേൽ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. നമുക്കൊരു കളി കളിച്ചാലോ? മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന സമയത്തിന്റെ പേര് നമ്മുടെ കൂട്ടത്തിൽ ആരാ പറയാ? എനിക്കറിയാം. നിങ്ങൾക്കറിയോ? എന്നാ പറഞ്ഞേ. പേപ്പൽ കോൺക്ലേവ്. പേപ്പൽ കോൺക്ലേവ് ശരിയാണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എവിടെയാണെന്നറിയാമോ? എനിക്കറിയാം. സിസ്റ്റൈൻ ചാപ്പൽ. ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. മാർപ്പാപ്പ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? എനിക്കറിയാം. സാർവത്രിക സഭയുടെ തലവൻ എന്നാണ് മാർപ്പാപ്പ അറിയപ്പെടുന്നത്. ശരി ഉത്തരമാണല്ലോ. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആദ്യത്തെ പേരെന്താന്ന് അറിയാമോ? ജോർജ് ബർഗോളിയോ. ശരിയാണല്ലോ. തോബിത്ത് 4:3 അമ്മേനോട് എപ്രകാരം പെരുമാറണമെന്നാണ് തോബിത്ത് തന്റെ മകനായി തോബിയാസിന് ഉപദേശിക്കുന്നത്? എന്റെ അമ്മയുടെ കാര്യങ്ങൾ കേൾക്കണം. ജീവിതകാലം മുഴുവൻ അമ്മേനെ ആദരിക്കണം. അമ്മയുടെ ഹിതം നോക്കണം. ഒരിക്കലും അമ്മയെ വേദനിപ്പിക്കരുത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് അൽഫോൻസാമിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടോ? എന്നാൽ നമുക്ക് അൽഫോൻസാമയെ കുറിച്ച് ഏതാനും ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ചാ വിഷയമാക്കാം. ഒന്നാമത്തെ ചോദ്യം, അൽഫോൻസാമയുടെ വളർത്തമ്മ ആരായിരുന്നു? എനിക്കറിയാം. പറയൂ. അന്നമ്മ. നിങ്ങൾക്ക് സമ്മാനമായി ഒരു മുട്ടായി. രണ്ടാമത്തെ ചോദ്യം, അൽഫോൻസാമ ചേർന്ന സന്യാസ സമൂഹത്തിന്റെ പേരെന്താണ്? പറയൂ. നിങ്ങൾക്ക് സമ്മാനമായി ഒരു മുട്ടായി. മൂന്നാമത്തെ ചോദ്യം, ആരാണ് അൽഫോൻസാമയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്? പറയൂ. നിങ്ങൾക്കും സമ്മാനമായി ഒരു മുട്ടായി ഉണ്ട്. മൂന്നാമത്തെ ചോദ്യം, അൽഫോൻസാമയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എനിക്കറിയാം. പറയൂ. നിങ്ങൾക്കും സമ്മാനമായി ഒരു മുട്ടായി കാത്തിരിപ്പുണ്ട്. അഞ്ചാമത്തെ ചോദ്യം, അൽഫോൻസാമയുടെ തിരുനാൾ എന്നാണെന്ന് കുട്ടിക്ക് അറിയാമോ? എനിക്കറിയാം. ജൂലൈ 28. നിങ്ങൾക്ക് സമ്മാനമായി ഒരു മുട്ടായി. അൽഫോൻസാമിനെ മാർഗദൈവമാക്കി നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാം. എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് അബിൻ വിൽസൺ. ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ വിശ്വാസോത്സവം തുടങ്ങിയിട്ട് 4 ദിവസമായി. 4 ദിവസവും നല്ല കളികളും ചിരികളും നല്ല ആക്ടിവിറ്റികളും ഒക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ടീച്ചർമാരും സൺഡേ സ്കൂൾ സ്റ്റാഫുമാരും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടുകളും നല്ല പ്രോത്സാഹനങ്ങളും നൽകുന്നു. നല്ല നല്ല ഗെയിമുകൾ അച്ഛൻ നല്ല പ്രോത്സാഹനം നൽകുന്നുണ്ട്. അച്ഛൻ്റെ ഓരോ നിർദ്ദേശങ്ങൾ കാരണമാണ് ഞങ്ങളിങ്ങനെ ഇതാക്കുന്നത്. സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ സണ്ണി സാർ ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിരീക്ഷിക്കുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്.
ശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 4 ദിവസത്തെ വിശ്വാസോത്സവം മനോഹരമായിരുന്നു. ഞങ്ങൾ ഒത്തിരി കളിച്ചും ചിരിച്ചും രസിച്ചും നടന്നു. ഞങ്ങളെ നന്നായിട്ട് കളികളുടെയും ചിരിപ്പിച്ചും ഈശോയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്ന എല്ലാ അധ്യാപകരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. നല്ല ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ പേരാണ് ഡാവിയോൻ. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വിശ്വാസോത്സവം വിശ്വാസത്തിൻ്റെ ഒരു ഉത്സവം തന്നെയായിരുന്നു. ബൈബിൾ കഥകളിലും പാട്ടുകളിലും കളികളിലും വിശ്വാസോത്സവത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു.
1962 ജൂൺ 17 മുള കൊണ്ട് നിർമ്മിച്ച ഷെഡിൽ ആദ്യത്തെ കുർബാന അന്നത്തെ കൂടേറിഞ്ഞപ്പള്ളി വികാരി ഫാദർ ബർത്തലോമ്യ അർപ്പിച്ചു. 1962 ആഗസ്റ്റ് 26 കോഴിക്കോട് ദേവഗിരി ആശ്രമത്തിലെ ഫാദർ ഒറേലിയസ് രണ്ടാമത്തെ കുർബാന അർപ്പിച്ചു. 19/9/1962 തേക്കുംകുറ്റി ഫാത്തിമ മാത ദേവാലയം ഒരു കുരിശുപള്ളിയായി ഉയർത്തപ്പെട്ടു. ഇടവകക്കാരുടെ പരിശ്രമത്താൽ ഒരു സ്കൂൾ കെട്ടിടം പണിതു. സ്കൂൾ അനുവദിക്കുന്നതുവരെ ഈ കെട്ടിടം പള്ളിയായി ഉപയോഗിക്കാൻ തുടങ്ങി. 8/6/1972 അന്നത്തെ വികാരിയായിരുന്ന ഫാദർ ജോൺ പന്നിയാമക്കൽ വിളിച്ചു ചേർത്ത പൊതുയോഗ നിശ്ചയപ്രകാരം സ്കൂളിന് താഴെ പുതിയ ദേവാലയം നിർമ്മിക്കാൻ തീരുമാനിച്ചു. 1973 നവംബർ 25 തലശ്ശേരി രൂപത മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വള്ളാപ്പള്ളി തിരുമേനി പള്ളിക്ക് തറക്കല്ലിട്ടു. 1985 മെയ് മാസം 27 തേക്കുകുറ്റി ഫാത്തിമ മാത ദേവാലയം അഭിമന്യ പിതാവ് തലശ്ശേരി മെത്രാൻ സെബാസ്റ്റ്യൻ വള്ളാപ്പള്ളി തിരുമേനി വെഞ്ചരിപ്പ് നടത്തി. എൻ്റെ അമ്മേ, എൻ്റെ വിഷമങ്ങളും സന്തോഷവും പങ്കുവെക്കാൻ എന്നും എൻ്റെ കൂടെ ഉണ്ടാകും. ഞാൻ വരാൻ താമസിച്ചാൽ എന്നെയും നോക്കി വഴിയിൽ കാത്തിരിക്കുന്ന എൻ്റെ അമ്മ, എൻ്റെ മുഖം നോക്കി മനസ്സ് വായിക്കുന്ന എൻ്റെ അമ്മ, എൻ്റെ കൂട്ടുകാരിയാണ് എൻ്റെ അമ്മ. എനിക്ക് സങ്കടം വരുമ്പോൾ എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ അമ്മ, എന്നെ പിടിക്കാനും നല്ലത് പറഞ്ഞു തരാനും എൻ്റെ കൂടെയുണ്ട് അമ്മ. അമ്മ എത്ര ദേഷ്യപ്പെട്ടാലും അമ്മ സ്നേഹം തന്നെ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ അമ്മയെ. ആരൊക്കെയോ തേക്കുംകുറ്റിപ്പള്ളിയിലെ വികാരി അച്ഛനും കപ്പ്യാരും ഒക്കെ ആയിട്ട് അഭിനയിക്കുന്നതൊക്കെ കണ്ടായിരുന്നു. അത് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ നന്നായിരുന്നു. അത് ആക്ടിവിറ്റീസിനകത്ത് ഞാൻ നോക്കിയപ്പം തേക്കുംകുറ്റിപ്പള്ളി വികാരിയച്ഛനെ ക്ഷണിക്കുന്നു, വികാരിയച്ഛനായിട്ട് നമ്മുടെ ഒരാൾ കയറി വരുന്നു, കപ്പ്യാരായിട്ട് ഒരാൾ കയറി വരുന്നു. എല്ലാം വളരെ ഭംഗിയായി തന്നെ നിങ്ങളെല്ലാം ക്രമീകരിച്ചു. ആ വികാരിയച്ഛനായിട്ട് അഭിനയിച്ച ആൾക്കാരൊക്കെ ഏതെങ്കിലും പള്ളി വികാരിമാരായിട്ട് മാറട്ടെ. എൻ്റെ പേര് അമയ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങൾക്ക് എക്സാമിൻ്റെ ടെൻഷനൊക്കെ ആയിരുന്നു, പക്ഷേ ഈ 4 ദിവസം നല്ലതായിരുന്നു. ഞങ്ങൾക്കൊരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കളികളും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ളതായിരുന്നു. വിശ്വാസോത്സവത്തെ കുറിച്ചുള്ള എൻ്റെയും കൂട്ടുകാരുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? അതുപോലെ തന്നെ അത്രയും മനോഹരമായിരുന്നു. 4 ദിവസത്തെ ഈ വിശ്വാസോത്സവം അതൊരു അനുഭവം തന്നെയായിരുന്നു, ഒരു ഉത്സവമായിരുന്നു അത്.
ഇതിനെല്ലാം നേതൃത്വം നൽകിയത് നമ്മുടെ ഇടവക വികാരി ജെയ്സൺ കാരക്കുന്നേൽ അച്ഛനാണ്. അച്ഛനെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ എല്ലാവരും നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ സണ്ണി സാറും സൺഡേ സ്കൂൾ അധ്യാപകരും ഒരു അധ്യാപക വിദ്യാർത്ഥി എന്നതിലുപരി അവൻ ഞങ്ങളോട് കൂട്ടുകൂടിയും വളരെ വാത്സല്യത്തോടെയുമാണ് ഞങ്ങളോട് കൂടെ കൂട്ടുകൂടിയിരുന്നത്. അവരെ സ്നേഹത്തോടെ ഓർക്കുന്നു. നമ്മുടെ ഇടവകയിലെ കൈക്കാരന്മാര്, PTA പ്രസിഡന്റ്, മാതൃസംഘത്തിലെ നമ്മുടെ അമ്മമാര് ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. വിശ്വാസോത്സവം എനിക്ക് വളരെ വളരെ രസകരവും വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു അനുഭവമായിരുന്നു. 4 ദിവസത്തെ വിശ്വാസോത്സവവും അതിനോടനുബന്ധിച്ച ധ്യാനവുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനൊക്കെ നേതൃത്വം വഹിച്ചത് ഞങ്ങളുടെ ഇടവകയിലെ അച്ഛനായ ഞങ്ങളുടെ വികാരി ഫാദർ ജേസൺ കാരക്കുന്നേൽ അച്ഛനാണ്. ഞങ്ങൾക്ക് നല്ല ഫുഡും എല്ലാം തന്നത് ഇവിടുത്തെ കൈക്കാരന്മാരും അധ്യാപകരും ഹെഡ് മാസ്റ്ററും പിന്നെ അതിനോടനുബന്ധിച്ചുള്ള സജീവ പ്രവർത്തകരുമാണ്. ഇവരെല്ലാം ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. അതിനോടൊപ്പം ഞങ്ങളുടെ ഫാദർ പുറമേ നിന്ന് കൊണ്ടുവന്നുള്ള 2 സിസ്റ്റർമാർ, ആർഷ സിസ്റ്ററും അതുപോലെ ലൂസി സിസ്റ്ററും, ഇവർ 2 പേരും ഞങ്ങളെ ധ്യാനിപ്പിക്കുകയും ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഒരു ക്രൈസ്തവ കുട്ടി അല്ലെങ്കിൽ ഒരു ക്രൈസ്തവൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യവുമാണ് പറഞ്ഞത്. PTA പ്രസിഡന്റ് ജാൻസൺ ചേട്ടനും MDA അംഗങ്ങളും PTA അംഗങ്ങളും എല്ലാവരും ഞങ്ങളെ സഹായിച്ചു. അത്ര വലിയ കാര്യങ്ങളാണ് ഈ 4 ദിവസവും ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. ഇതിൽ ഒരിക്കലും മറക്കുകയുമില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്നു. ഈ 4 ദിവസത്തെ വിശ്വാസോത്സവം വളരെ മനോഹരമായിരുന്നു. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. ഇതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. വളരെ മനോഹരവും സുന്ദരവുമായൊരു വിശ്വാസോത്സവം തന്നെയായിരുന്നു. വളരെ മനോഹരമായ പരിപാടികളും ഗെയിംസും എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ പേര് നിക്കോളാസ്. ഞാൻ 10ാം ക്ലാസ്സിലാണ്. ഈ 4 ദിവസത്തെ വിശ്വാസോത്സവത്തിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസത്തിൽ അച്ഛൻ നമ്മളെ തിരുവചനത്തിലൂടെ വിശ്വാസോത്സവം തുടങ്ങുകയും അതിന് മഹത്വം ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ക്ലാസ്സിലെത്തുകയും ഞങ്ങൾക്ക് ഗ്രൂപ്പായി തിരിച്ച് ഞങ്ങളെ ഒത്തിരി കാര്യങ്ങൾ ആക്ടിവിറ്റീസും അതല്ലാതെ മൈൻഡായിട്ടുള്ള ആക്ടിവിറ്റീസും ചെയ്ത് ഞങ്ങളെ കളിപ്പിച്ചായിരുന്നു. ഈ 3 ദിവസം ഞങ്ങൾക്ക് നല്ല ഒരു ദിവസമായിരുന്നു. 4ാം ദിവസം വലിയൊരു ദിവസമാണ്. ഇന്ന് ഞങ്ങൾക്ക് ധ്യാനം ഉണ്ടാവും. നല്ലൊരു ദിവസമായി എടുക്കുന്നു. അതുപോലെ കൈക്കാരന്മാരും ഞങ്ങളുടെ അമ്മമാരും ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി സഹായം ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഒത്തിരി നന്ദിപൂർവ്വം ഓർക്കുന്നു.